എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കിടിലൻ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. മാച്ച് നമ്പർ 14 IPL 2024 14-ാം മത്സരം. മുംബൈ ഇന്ത്യൻസ് നേരിടുന്നു ഹോം ടീം എഗെയിൻസ്റ്റ് ദ രാജസ്ഥാൻ റോയൽസ്. നമുക്കറിയാം, 3-ാം റൗണ്ട് പോരാട്ടമാണ് മുംബൈയുടെ അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിനും. സീസണിലെ ആദ്യ എവേ മത്സരത്തിലാണ് RR നാളെ കളിക്കാനിറങ്ങാൻ പോകുന്നത്. മുംബൈക്കെതിരെ അത്ര മികച്ച റെക്കോർഡല്ല IPL ചരിത്രത്തിൽ രാജസ്ഥാൻ റോയൽസിനുള്ളത്. അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ ഒരൊറ്റ തവണ മാത്രമാണ് RRന് മുംബൈയെ പരാജയപ്പെടുത്താൻ സാധിച്ചത്. ഈ സീസണിലെ 20 ടീമുകളുടെയും സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ മുംബൈയുടെ തുടക്കം വളരെ മോശം തന്നെയാണ്. കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾ 3-ാം മത്സരത്തിന് രാജസ്ഥാനെ നേരിടാൻ പോകുന്നതെങ്കിൽ കളിച്ച 2 മത്സരങ്ങളിലും ആധികാരിക വിജയത്തോടു കൂടി പോയിന്റ്സ് ടേബിളിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസ്. നാളെ ഇറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മത്സരങ്ങളും താരതമ്യേന ദുർബലരായ 2 ടീമുകളോടായിരുന്നു, ലക്നൗ സൂപ്പർ ജയൻസിനോടും ഡൽഹി ക്യാപിറ്റൽസിനോടും. സോ നാളത്തെ മത്സരം കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സീസണിലേക്ക് ഒരു കിടിലൻ എൻട്രി നടത്താനായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു പ്ലാൻ. നമുക്ക് പിച്ച് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകുന്നത്, വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നാളെ മത്സരം നടക്കാൻ പോകുന്നത്. പൊതുവെ ബാറ്റിങ്ങിന് അനുകൂലമായ വളരെയധികം ഹൈസ്കോറുകൾ പിറന്നിട്ടുള്ള മണ്ണാണ്. ബാറ്റ്സ്മാൻമാരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പിച്ചാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. ചെറിയ ബൗണ്ടറികളായതിനാൽ തന്നെ സ്പിന്നർമാർക്ക് അല്പം പ്രശ്നം തന്നെയായിരിക്കും. കാരണം വലിയ രീതിയിൽ തന്നെ ബൗണ്ടറികൾ പായാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും മികച്ച സ്വിങ്ങുകളും ടേണുകളും പ്രതീക്ഷിക്കാം. പേസർമാർക്ക് വളരെയധികം അനുകൂലമാണ്. ഷോർട്ട് ബൗണ്ടറികളാണെന്ന് പറയുമ്പോൾ പോലും വളരെ മികച്ച രീതിയിൽ സ്വിങ്ങുകൾ ലഭിക്കുന്നൊരു പിച്ചാണ് വാങ്കഡെ സ്റ്റേഡിയത്തിലേത്. പൊതുവെ അവിടെ കളിച്ചിട്ടുള്ള മത്സരങ്ങളെല്ലാം താരതമ്യേന വിജയിച്ചിട്ടുള്ളത് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമാണ്. അതിനാൽ തന്നെ ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും മോസ്റ്റ് പ്രോബബിൾ സാധ്യത. നേരത്തെ പറഞ്ഞ പോലെ ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. നമുക്ക് IPL പിച്ചുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ സ്കോറുകളുടെ ഒരു പറുദീസ തന്നെയാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. സോ ബാറ്റിങ്ങിന് വമ്പൻ താരങ്ങൾ പേരുകെട്ട മുംബൈയും രാജസ്ഥാനും ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു ഹൈ സ്കോർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയൊരു താരത്തിൻ്റെ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ്. മുംബൈ ഇന്ത്യൻസിന് സൂപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള സൂര്യകുമാർ യാദവ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും മുംബൈ നിരയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത മത്സരത്തിലും രാജസ്ഥാനെതിരായ മത്സരത്തിലും സൂര്യകുമാർ യാദവ് മുംബൈക്ക് വേണ്ടി കളിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 4 തവണ മുംബൈ വിജയിച്ചപ്പോൾ 1 തവണ മാത്രമാണ് രാജസ്ഥാന് ജയിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ സീസണിൽ 2 ടീമുകളും ഈ ഒരു സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഹൈ സ്കോറിംഗ് കണ്ട ഒരു പോരാട്ടമായിരുന്നു. 214 റൺസായിരുന്നു അന്ന് RR മുംബൈക്കെതിരെ നേടിയത്. എന്നാൽ ഒരു എപ്പിക് ചേസ് നമ്മളന്ന് കണ്ടിരുന്നു. മുംബൈ ഇന്ത്യൻസ് അന്ന് 214 റൺസ് അടിച്ച രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയതും ഈ ഒരു വെന്യൂവിൽ തന്നെയാണ്. സോ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നാളെ RR വേഴ്സസ് മുംബൈ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇനി 2 ടീമുകളുടെയും ഒരു പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ ഓപ്പണിംഗ് സഖ്യം തന്നെയായിരിക്കും. 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് യുവതാരം നമൻധർ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ, ടിം ഡേവിഡ്, പീയൂഷ് ചൗള, ജെറാൾഡ് കോഡ്സി, ജസ്പ്രീത് ബുംറ. കഴിഞ്ഞ മത്സരത്തിൽ അല്പം നല്ല പോലെ അടികൊണ്ടെങ്കിൽ പോലും അണ്ടർ 19 സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള കൊനാമ ഫാക്ക നാളെയും മുംബൈ 11 ഉണ്ടായിരിക്കും. ഒപ്പം റൊമാരിയോ ഷെഫേർഡ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും ഇത്തവണ ട്രേഡ് ചെയ്ത് മുംബൈയിലേക്ക് എത്തിയ റൊമാരിയോ ഷെഫേർഡ് നാളെ ഒരുപക്ഷെ മുംബൈക്ക് വേണ്ടി തൻ്റെ ഡെബ്യൂ മാച്ച് കളിച്ചേക്കും. ഇതാണ് മുംബൈ ടീം ന്യൂസ് എന്ന് പറയുന്നത്. രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യം, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിമറോൺ ഹെറ്റ്മയർ, രവിചന്ദ്രൻ അശ്വിൻ, ആവേശ് ഖാൻ, ട്രെൻ ബോൾട്ട്, സന്ദീപ് ശർമ്മ, യുസ്വേന്ദ്ര ചഹൽ എന്നിങ്ങനെയാണ് രാജസ്ഥാൻ്റെ ഒരു പ്രോബബിൾ 11 എന്ന് പറയാൻ പോകുന്നത്. ഇനി പേസർമാർക്ക് വളരെയധികം അനുകൂലമായ പിച്ചായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇമ്പാക്ട് പ്ലെയറായിട്ട് RR ഇറക്കിയ നാന്ദ്രെ ബർഗർ നാളത്തെ മത്സരത്തിലും ഇമ്പാക്ട് പ്ലെയറായിട്ട് ബോളിങ്ങിൻ്റെ സമയത്ത് രാജസ്ഥാൻ്റെ നിരയിലേക്ക് എത്തിയേക്കും. ഇതായിരിക്കും മോസ്റ്റ് പ്രോബബിളി 2 ടീമുകളുടെ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഹൈ സ്കോർ, മുംബൈയിലെ ആവറേജ് ഹൈ സ്കോർ എന്ന് പറയുന്നത് 205 ആണ്. ഇനിയുള്ളത് നമുക്ക് ക്യാപ്റ്റന്മാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. സഞ്ജു സാംസൺ കളിച്ച 2 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ വരികയും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കരുത്തരായ മുംബൈ, വമ്പൻ താരനിരയുള്ള മുംബൈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വമ്പൻ പരാജയം തന്നെയായിരുന്നു നേടിയെടുത്തത്. ഒപ്പം കഴിഞ്ഞ മത്സരത്തിൽ
സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺസ് വഴങ്ങിയ നാണക്കേട് കൂടി പേറിക്കൊണ്ടാണ് മുംബൈ സ്വന്തം തട്ടകത്തിൽ റോയൽസിനെ എതിരേക്കാൻ കാത്തിരിക്കുന്നത്. സോ അത്ര മികച്ച റെക്കോർഡല്ല മുംബൈ ജേഴ്സിയിൽ ക്യാപ്റ്റനായതിനു ശേഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക്. ബാറ്റിങ്ങിലാകട്ടെ കാര്യമായ സ്ട്രൈക്ക് റേറ്റ് ഇല്ല, അധികം റൺസ് നേടാൻ സാധിച്ചിട്ടില്ല. ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ 1-2 വിക്കറ്റ് നേടിയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഒരു ക്യാപ്റ്റൻ്റെ ചുമതല ഇതുവരെയും ഹാർദിക് പാണ്ഡ്യ കൃത്യമായി മുംബൈ ജേഴ്സിയിൽ വിനിയോഗിച്ചിട്ടില്ല. സോ ആ രാജസ്ഥാനുമായിട്ടുള്ള മത്സരം എന്തുകൊണ്ടും ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്ന പോരാട്ടം തന്നെയാണ്. സോ രാജസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സീസണിലെ തങ്ങളുടെ ആദ്യ പോയിൻ്റ് പട്ടികയിൽ രേഖപ്പെടുത്താനായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ പദ്ധതികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.